ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ആക്ഷൻ ഹൊറർ ഫിലിം ദ ഡിവൈൻ ഫ്യൂറിയാണ്. MMA ഫൈറ്ററായ നമ്മുടെ നായകൻ്റെ കയ്യിൽ ഒരു ദിവസം ഒരു തിരുമുറിവ് പ്രത്യക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവൻ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സോ എന്താണ് ഇതിന് പിന്നിലെ കാരണം? നമുക്ക് സിനിമ കണ്ടു തന്നെ അറിയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ യങ്ഹുവിൻ്റെ കുട്ടിക്കാലാണ്. അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അച്ഛന് കഴിക്കാൻ വേണ്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാണ്. അച്ഛനത് കഴിച്ചിട്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓംലെറ്റ് ആണ് അച്ഛാ, അതുകൊണ്ട് നമുക്ക് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ആ ചൈനീസ് ഫുഡൊന്ന് വാങ്ങിച്ചു തരാവോ? വെറുതെ ഒന്നും അല്ല യാഹു ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. എന്തായാലും അവൻ്റെ അച്ഛൻ അതിന് സമ്മതിക്കുന്നുണ്ട്. പറയാൻ മറന്നു, യങ്ഹുവിൻ്റെ അമ്മ അവന് ജന്മം നൽകിയപ്പോഴേ മരണപ്പെട്ടിരുന്നു. അച്ഛനാണെങ്കിലും അതിൻ്റെ ഒരു കുറവും അറിയിക്കാതെയാണ് അവനെ വളർത്തുന്നത്. അങ്ങനെ ഇവർ ചർച്ചിലേക്ക് പോകുന്നുണ്ട്. അവിടെ പ്രീസ്റ്റ് പറയുന്നു, നിങ്ങൾ എന്തൊക്കെ കഷ്ടതകളിൽ കൂടെ പോയാലും വിശ്വാസം കൈവിടരുത്. നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ഒരു നാൾ എന്തായാലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. യങ്ഹുവിൻ്റെ അച്ഛൻ ഒരു ദൈവവിശ്വാസിയാണ്. പുള്ളി ഇതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നത് അവ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും മോൻ്റെ ആവശ്യപ്രകാരം അവര് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ യങ്ങിനൊരു സംശയം, അച്ഛാ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ലേ? എന്താ മോനെ? അല്ല, അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ലേ? ഓ, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെന്താ ദൈവം അമ്മയെ രക്ഷിക്കാത്തെ? അച്ഛൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചില്ലേ? മോനെ, ഞാന് നിന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ നിന്റെ അമ്മ അവക്ക് എന്ത് സംഭവിച്ചാലും നീ ഹെൽത്തി ആയിട്ട് ജനിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത്. അമ്മയുടെ പ്രാർത്ഥന എന്റെയിലും കൂടുതലായിരുന്നു, അതുകൊണ്ട് ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ഈ ഒരു ആൻസർ കുട്ടി അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തു. അവിടെ കട്ട് ചെയ്ത് അടുത്തത് നമ്മളെ കാണിക്കുന്നത് യങ്ങിന്റെ അച്ഛൻ ജോലിക്ക് പോകുന്നതാണ്. പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. രാത്രി വണ്ടിയൊക്കെ ചെക്ക് ചെയ്യലാണ് അന്നത്തെ പുള്ളിയുടെ പണി. അപ്പോൾ ദേ വരുന്നു ഓവർ സ്പീഡിൽ ഒരു കാറ്. അവര് വണ്ടി തടഞ്ഞു. ഡ്രൈവ് ചെയ്തത് ഒരു പയ്യനാണ്. അടുത്ത് തന്നെ ഒരു പെണ്ണും ഇരിപ്പുണ്ട്. യങ്ങിന്റെ അച്ഛൻ അവൻ കുടിച്ചോ എന്നറിയാൻ ഒരു സാധനത്തിലേക്ക് ഊതാൻ പറയാണ്. ഇത് കേട്ട് ആ പയ്യന് ദേഷ്യം വന്നു. അവന്റെ തള്ളവിരലില് കാക്കയുടെ തലയുള്ള ആ ഒരു മോതിരം ചുവന്ന നിറത്തിൽ തിളങ്ങി. അവന്റെ കണ്ണ് ചുവപ്പിച്ച് ദേഷ്യത്തോടെ നോക്കിയിട്ട് വേഗം കാർ സ്റ്റാർട്ടാക്കി അവിടുന്ന് പോവാണ്. യങ്ങിന്റെ അച്ഛനാണേല് കാറിന്റെ ഡോറിൽ നിന്ന് പിടി വിടുന്നതും ഉണ്ടായിരുന്നില്ല. ആ പയ്യൻ കുറെ ഇടികൊടുത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്ന് യങ്ങിന്റെ അച്ഛനെ തള്ളി താഴെയിട്ടു. ഗുരുതരായിട്ട് തന്നെ അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരം അറിഞ്ഞ് മുത്തശ്ശിയും യങ്ങും ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. യങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും? പാവം. അവൻ നേരെ പള്ളിയിൽ പോയി കരഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവിടേക്ക് പള്ളിയിലച്ഛൻ വന്ന് കാര്യം തിരക്കി. അച്ഛൻ ഇതുപോലെ ആശുപത്രിയിലാണ്, ഞാൻ പ്രാർത്ഥിച്ചാല് ദൈവം അച്ഛനെ രക്ഷിക്കില്ലേ എന്നവൻ ചോദിക്കുമ്പോ, മോൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ ഒപ്പം അവിടെ ഇരുന്ന് അച്ഛനും അന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രി യങ് അച്ഛനെ സ്വപ്നം കാണുന്നുണ്ട്. മോനെ എണീക്ക്, അച്ഛന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ മുത്തശ്ശി പറയുന്നതെല്ലാം അനുസരിക്കണം. നല്ലൊരു മനുഷ്യനാവണം നീ. ആവശ്യമുള്ളവരെയൊക്കെ സഹായിക്കണം. ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ നീ ഫുഡ് അവർക്കൂടെ ഷെയർ ചെയ്യണം. പാവങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ നീ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും മോന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് പറഞ്ഞിട്ട് പുള്ളി കൈ നീട്ടി പിടിച്ചു. യങ് ആ കുഞ്ഞി കൈ അവിടേക്ക് വെച്ചതും അവിടെ ഒരു വെളിച്ചം വരാണ്. സ്വപ്നത്തിൽ നിന്നുണർന്ന് യങ് ഉറക്കെ കരഞ്ഞു. ഇതേ സമയം അവന്റെ അച്ഛൻ അവനെ വിട്ടു പോയിരുന്നു. അടുത്ത ദിവസം ചടങ്ങുകളൊക്കെ നടക്കാണ്. അവിടേക്ക് ആ പള്ളിയിലച്ഛൻ വന്നു. അയാളെ കണ്ടതും യങ് ദേഷ്യപ്പെട്ട് അവിടെ ഇരുന്ന കുരിശെടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചതിയാ, നീ കാരണം എന്റെ അച്ഛൻ മരിച്ചത്. അവൻ അവിടെ കിടന്ന് അലറാൻ തുടങ്ങി. പ്രീസ്റ്റ് പറഞ്ഞതുപോലെ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടും ദൈവം തന്റെ അച്ഛനെ രക്ഷിക്കാത്തതിനാൽ യങ്ങിന് ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തോടെ അവന് ദൈവത്തിന്റെ അടുത്തുള്ള എല്ലാ വിശ്വാസവും നഷ്ടമായി. ഇനി നമ്മൾ കാണുന്നത് 20 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. യങ് വളർന്ന് കഷ്ടപ്പെട്ട് ലോകമറിയുന്ന ഒരു MMA ഫൈറ്ററായി മാറി. ഇപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ് യങ്. ഫൈറ്റിന് തൊട്ടു മുന്നേ തന്റെ ഒപ്പോണന്റിന്റെ പുറത്ത് കുരിശിലേറ്റ യേശുവിന്റെ ടാറ്റു അവൻ കണ്ടു. എന്താണെന്ന് അറിയില്ല. ഇത് കണ്ടതും അവനങ്ങ് സോൺ ഔട്ടായി. ആരോ അവന്റെ തലയ്ക്കകത്തിരുന്ന്, അച്ഛന് വേണ്ടി റിവഞ്ച് എടുക്ക്, അവനെ വെറുതെ വിടരുത് എന്ന് പറയുന്നത് പോലെ യങ് കേട്ടു. നോക്കുമ്പോ അവന്റെ കണ്ണില് ഒരു ചുവന്ന വെട്ടം മിന്നി മറഞ്ഞു. ഫൈറ്റ് തുടങ്ങിയതും യങ് ഒന്നും നോക്കാണ്ട് ചന്നം പിന്നെ ഇടിക്കാൻ തുടങ്ങി. അമ്പയർ വന്ന് പിടിച്ചു മാറ്റിയത് കൊണ്ട് ഒപ്പോണന്റ് രക്ഷപ്പെട്ടു. ഈ കോമ്പറ്റീഷനിലും യങ് തന്നെയാണ് ജയിച്ചത്. അടുത്ത സീനില് യങ് കിടന്നുറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവനപ്പോ ഒരു സ്വപ്നം കാണാണ്. വെളുത്ത ചുമരുകളുള്ള ഒരു കെട്ടിടം. അവിടെ അവന്റെ അച്ഛൻ നിൽക്കാണ്. പുള്ളി അകത്തേക്ക് നടക്കുന്നത് കണ്ട്
അച്ഛാ നിക്ക് എന്ന് പറഞ്ഞ് യങ് പുറകെ പോവാണ്. നോക്കുമ്പോ അവിടെ അച്ഛനല്ല ഉള്ളത്, പകരം അച്ഛന്റെ മെമ്മോറിയൽ പോലെ ഒരു സ്ഥലം. അച്ഛന്റെ പടത്തിന് മുന്നിലായി ഒരു കുരിശും. ഇത് കണ്ടതും അവൻ അന്ന് കേട്ട ആ വോയിസ് പിന്നെയും കേൾക്കാണ്. ദൈവമാണ് അച്ഛനെ കൊന്നത്, ദൈവം കപടതയാണ്, റിവഞ്ച് ചെയ്, എല്ലാം നശിപ്പിക്ക്. ഇത് കേട്ടതും അവൻ ഓടിച്ചെന്ന് ആ കുരിശെടുത്ത് എറിയാണ്. പക്ഷെ കുരിശ് അവന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അത് അവന്റെ കയ്യില് ഒട്ടിപ്പിടിച്ച മാതിരി തന്നെ ഇരിക്കാണ്. നോക്കി നിൽക്കെ അതവന്റെ കയ്യിലിരുന്ന് കത്തി. അപ്പോ യങ്ങിന്റെ ഉള്ളിൽ നിന്ന് എന്താന്നറിയില്ല ഒരു കറുത്ത പുക പോലെ ഒരു സാധനം മറഞ്ഞുപോയി. യങ് ഉറക്കത്തിൽ നിന്ന് വേഗം ഞെട്ടി എണീറ്റു. അപ്പോ ദേ കൈപ്പത്തിയില് ചോര. അടുത്ത ദിവസം അവൻ ആ മുറിവ് ഡോക്ടറിനെ കാണിക്കുന്നുണ്ട്. എന്തോ ഷാർപ്പായ സാധനം കുത്തിക്കേറിയ പോലെ ഉണ്ട് കാണാൻ. എന്നാൽ ഒരുപാട് ആഴത്തിലേക്കൊന്നും മുറിഞ്ഞിട്ടില്ല. ഇൻഫെക്ഷൻ ആവാണ്ട് ശ്രദ്ധിച്ചാൽ അത് വേഗം ഉണങ്ങിക്കോളുമെന്ന് ഡോക്ടർ പറഞ്ഞു. അവനും അത് കേട്ട് ഓക്കെ പറഞ്ഞിറങ്ങി. പക്ഷെ എങ്ങനെയാണ് ഉറങ്ങിക്കിടന്ന അവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു മുറിവ് വന്നതെന്ന് അവനക്കറിയില്ല. അന്ന് രാത്രി യങ് നല്ല ഉറക്കായിരുന്നു. അപ്പോ ഒരു കറുത്ത നിഴല് യങ്ങിന്റെ അരികിലേക്ക് വരാണ്. അത് യങ്ങിന്റെ മുകളിൽ കയറി നിന്ന് യങ്ങിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതേ സമയം യങ്ങിന്റെ കയ്യിലെ മുറിവിന്ന് ഒരുപാട് ചോര വരാണ്. ഈ ചോര കണ്ടതും ആ പിശാച് അവിടെ നിന്ന് ഒരൊറ്റ പോക്കായിരുന്നു. യങ് ഞെട്ടി എണീറ്റു. കയ്യിൽ നിന്ന് നിർത്താതെ ചോര വരുന്നത് കണ്ട് അവൻ അന്തം വിട്ടു. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൊടുത്തു. ഇനി എന്തേലും അസുഖം കാരണമാണോന്ന് അറിയില്ലല്ലോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് യങ്ങിന്റെ ഈ അവസ്ഥ കണ്ട് ഡ്രൈവർ ചോദിച്ചു, സാറേ, ഞാൻ എൻ്റെ അനന്തരവളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അവൾക്കിപ്പോൾ 15 വയസ്സായി. ഒരിക്കൽ അവൾ ചീത്ത സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അവൾ അപരിചിതനായ ആരെയോ കാണാൻ തുടങ്ങി. കണ്ണീന്നെല്ലാം ചോര വന്ന് ആകെ ഒരു വൃത്തികെട്ട അവസ്ഥയിലായി. ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും ഒരു ഉപയോഗവും ഉണ്ടായില്ല. അവസാനം ഒരു മന്ത്രവാദിന്റെ അടുത്ത് പോയി. അവളുടെ ദേഹത്ത് ബാധ കയറിയതായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ പൂജ ചെയ്തില്ലേല് അവളുടെ കാഴ്ചശക്തി നഷ്ടാവുമെന്ന് ആ മന്ത്രവാദി പറഞ്ഞു. എൻ്റെ അനിയത്തി അത് വകവച്ചില്ല. 10 ദിവസം കഴിഞ്ഞതും മോളുടെ കാഴ്ച പോയി. പിന്നെ പൂജയൊക്കെ ചെയ്താണ് അവൾ പഴയ പോലെ ആയത്. ഇത് കേട്ടിട്ട് യങ് ആ കുട്ടിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചു. പക്ഷെ ആ കുട്ടിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾക്കിപ്പോ ആത്മാക്കളെ കാണാൻ പറ്റും. അവള് സ്വയം ഒരു മന്ത്രവാദിനിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ യങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ അവളെ പോയി കാണാമെന്ന് ആ ഡ്രൈവർ പറഞ്ഞു. യങ് അവന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയാണ്. അന്ന് രാത്രിയിലും യങ്ങിനെ പിശാചുക്കൾ ആക്രമിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് ചോര നിർത്താണ്ടൊഴുകാണ്. അവന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. ഡോക്ടർ പറയുന്നത് ഇൻഫെക്ഷനോ മറ്റു രോഗങ്ങളോ ഒന്നുമില്ല, നോർമലാണെന്നാണ്. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാണ്ട് യങ് ഡ്രൈവറിന്റെ അനന്തരവളെ കാണാൻ തന്നെ തീരുമാനിച്ചു. ആ കുട്ടി ഒരു റൂമിലെ തറയിലിരിപ്പുണ്ട്. യങ് വന്നതറിഞ്ഞിട്ട് അവനോട് നിലത്തിരിക്കാൻ അവള് പറഞ്ഞു. അവൾ എന്നിട്ട് കണ്ണു തുറന്നു. കൃഷ്ണമണിയെല്ലാം വെളുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. അവള് നോക്കുമ്പോൾ ചുറ്റും പിശാചുകൾ നിറഞ്ഞ ഒരു മനുഷ്യൻ. അവന്റെ നെഞ്ചിൽ നിന്നും ഒരു വെളുത്ത പ്രകാശവും. നിന്റെ ചുറ്റും ആത്മാക്കളാണ്. നീ ആ ശബ്ദം കേട്ടല്ലേ? നീ എന്തിനാ അത് പറയുന്നതെല്ലാം ചെയ്യാൻ പോയത്, മണ്ട? ഈ കൊച്ചിതെങ്ങനെ അറിഞ്ഞെന്ന് യങ്ങിന് ഒരു പിടിയില്ല. അവള് അവന്റെ നെഞ്ചിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. അതവന്റെ അച്ഛന്റെ മോതിരാണ്. നിന്റെ അച്ഛൻ ഇപ്പോ ജീവനോടെ ഇല്ല അല്ലേ? പുള്ളി നല്ലൊരു സോളായിരുന്നു. അതുകൊണ്ട് ആ ഒരു ശക്തി എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. യങ് അവന്റെ കൈ നീട്ടി ആ മുറിവിന്റെ കാര്യം ചോദിച്ചു. ആ മുറിവിലേക്ക് അവൾ നോക്കിയപ്പോ ഒരു വെളിച്ചം അവൾ കണ്ടു. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ വേറൊരാളോടാണ് ചോദിക്കേണ്ടത്. അവള് ഒരു ഫാദറിനെ പോയി കാണാൻ വേണ്ടിയിട്ട് യങ്ങിനോട് പറയാണ്. യങ് അവള് പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് പോയി. അതൊരു ചർച്ചാണ്. അവൻ അവിടെ ഇറങ്ങിയതും ഒരു കൂട്ടം കാക്കകൾ അവനെ ആക്രമിക്കാൻ വന്നു. അവൻ വേഗം തന്നെ കാറിന്റെ ഉള്ളിൽ കയറിയിരുന്നു. ചർച്ചിന്റെ ഉള്ളില് ഫാദർ ആനും അയാളുടെ അസിസ്റ്റന്റും ചേർന്ന് എക്സോസിസം ചെയ്യാണ്. അവരെന്തൊക്കെ ചെയ്തിട്ടും ആ പിശാച് ആ പയ്യന്റെ ബോഡി വിട്ട് പോകുന്നതേയില്ല. ആ പൊസസായ പയ്യൻ കെട്ടെല്ലാം പൊട്ടിച്ച് ചാടി എഴുന്നേറ്റ് ഫാദറിന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ഫാദർ തന്റെ കയ്യിലെ മോതിരം അവന്റെ മുഖത്തേക്ക് വെച്ചതും അവൻ തെറിച്ചുപോയി. ഇതെല്ലാം കണ്ട് പേടിച്ചു നിന്ന അസിസ്റ്റന്റിന്റെ ദേഹത്തേക്ക് അവൻ ചാടിക്കേറി. അവന്റെ വായിൽ നിന്ന് ഒരു കറുത്ത ദ്രാവകം പുറത്തേക്ക് വന്നു. പൈശാചികമായ ആ മുഖം കണ്ടതും അസിസ്റ്റന്റ് ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. ആ പിശാച് നേരെ ചെന്ന് ഫാദറിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് യങ് വരുന്നത്. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ ആ പിശാച് കയറിയ ചെക്കനെ തൂക്കി ഒരു എറിയെറിഞ്ഞു. അവന്റെ ആ മുറിവുള്ള കൈ ആ പിശാചിന്റെ ശരീരത്തിൽ തൊട്ടതും അവിടെ തീ പിടിക്കാണ്. ഇത് കണ്ടതും ഫാദർ ചാടി എണീറ്റ് ഹോളി വാട്ടർ ആ തീയിലേക്ക് ഒഴിച്ചു. അപ്പോൾ പിശാച് ദേഹം വിട്ടുപോയി. അവന്റെ ആ കയ്യിലെ മുറിവിന് എന്തൊക്കെയോ പവർ ഉണ്ട്. ഈ കാര്യം അവൻ അറിയണം. എന്താ എന്റെ ഈ കയ്യിൽ പറ്റിയത് എന്നൊന്ന് പറഞ്ഞതാ എന്ന് യങ് ഫാദറിനോട് ചോദിച്ചു. ഫാദർ അപ്പൊ തിരിഞ്ഞ് ആണി തറച്ച യേശുവിന്റെ കയ്യിലേക്ക് നോക്കി. ഇത് സ്റ്റിഗ്മാറ്റയാണ്. ചില റെയർ ഒക്കേഷനിൽ യേശുവിന്റെ കയ്യിൽ ആണി തറച്ച മാതിരിയുള്ള മുറിവുകൾ മനുഷ്യർക്ക് കിട്ടും.
അത്രയും ബ്ലസ്ഡ് ആയവർക്ക് മാത്രമേ ഇത് സംഭവിക്കൂ. യങ്ങിന് ഇത് കേട്ടങ്ങ് ദേഷ്യം വന്നു. കാരണം അവനിപ്പോ ഒരു ദൈവത്തിലും വിശ്വാസമില്ല. അപ്പോൾ അവൻ ആ വോയിസ് കേൾക്കാണ്, ഫാദറിനെ കൊല്ല്, അയാൾ നിന്നോട് കള്ളം പറയാണ് എന്നൊക്കെ. അവൻ ആകെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഫാദർ അപ്പോൾ അവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ വോയിസ് അങ്ങ് നിന്നു. യങ്ങിൻ്റെ കാര്യമെല്ലാം അറിഞ്ഞപ്പോൾ ഫാദർ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ ബെഡിൽ യങ്ങിൻ്റെ കയ്യിലെ ബ്ലഡ് എല്ലാം കിടപ്പുണ്ട്. ഫാദർ എന്തൊക്കെയോ പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ട് ബെഡിനടുത്തിരുന്ന യങ്ങിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും ഫോട്ടോൻ്റെ അടുത്ത് സ്വന്തം കഴുത്തിലണിഞ്ഞിരുന്ന കുരിശെടുത്ത് വെച്ചു. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഫാദർ സ്വന്തം ഫ്ലാറ്റിലേക്ക് പോവാണ്. അവിടെ മുന്നേ ഓടിപ്പോയ അസിസ്റ്റന്റ് നിപ്പുണ്ടായിരുന്നു. അവൻ നേരത്തെ ഓടിപ്പോയതിന് സോറി പറയുന്നുണ്ട്. കൂടാതെ ഇനി തനിക്ക് ഈ പണിക്ക് വരാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഫാദർ അവനോട് സാരയില്ല, എല്ലാം ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ യങ് ഉറക്കെണീറ്റു. അവനന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. അവൻ അപ്പോഴാണ് മേശപ്പുറത്ത് ആ കുരിശുമല കാണുന്നത്. ദേഷ്യം വന്ന് അവനതെടുത്ത് ഫ്ലഷ് ചെയ്യാൻ കൊണ്ടിട്ടു. പക്ഷെ എന്തോ അവനപ്പോൾ മനസ്സ് മാറി. അവനതെടുത്ത് കഴുകി. എന്നിട്ട് നേരെ ഫാദറിന്റെ ഫ്ലാറ്റ് കണ്ടുപിടിച്ച് അയാളുടെ വാതിലിൽ മാല തൂക്കിയിട്ടിട്ട് പോവാണ്. ഫാദർ ഒരു ബിഷപ്പിനോട് സംസാരിക്കുന്നുണ്ട്. അതെ ഫാദർ, എനിക്ക് ഉറപ്പാണ് ആ ഡാർക്ക് ബിഷപ്പ് ഇവിടെ ഈ കൊറിയയിൽ തന്നെയാണുള്ളത്. ഞാൻ എന്തായാലും അയാളെ കണ്ടെത്തിയിരിക്കും. അവിടെ കട്ടാക്കിയാൽ ഒരു പബ്ബാണ് കാണിക്കുന്നത്. അവിടെ പബ്ബിന്റെ ഓണറായ ജീസിനെ ഒരു ഗ്യാങ് ലീഡർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഗ്യാങ്ങിലുള്ളവരെ സെക്യൂരിറ്റി ഗാർഡാക്കി ഈ പബ്ബിൽ നിർത്തിയില്ലെങ്കിൽ പബ്ബ് കുളം തോണ്ടുവെന്നും. അവന്റെ ആ ഭീഷണി കേട്ടിട്ട് നമുക്കെല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ജീസിന് ഒരു കാർഡ് പുള്ളിയുടെ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് കൊടുക്കാണ്. അവൻ നമ്പർ എഴുതുന്ന ഗ്യാപ്പിൽ ജീസിൻ അവന്റെ വിരലിലെ മോതിരം വെച്ച് കൈപ്പത്തയിൽ ഒരു മുറിവുണ്ടാക്കി. എന്നിട്ട് ചോര വെച്ച് ഒരു വട്ടം വരച്ച് ബാഡ് സ്പിരിറ്റിനെ പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണപ്പോ ഒന്ന് ചുമന്നു. കൂടാതെ സ്കിന്ന് പാമ്പിന്റെ പോലെ ആയിട്ട് മിന്നി മറന്നു. അയാളോട് ജീസിൻ്റെ അപ്പം പറയുന്നുണ്ട്, നിന്റെ ബിസിനസ് പാർട്ട്ണറില്ലേ, അവൻ ഒരുപാട് കടം ഗാംബ്ലിങ് കാരണം വരുത്തി വെച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഉള്ള പൈസയും കൊണ്ട് അവൻ മുങ്ങും, നീ ഒന്ന് സൂക്ഷിച്ചോ. ഇത് കേട്ടപാടെ ആ ലീഡർ പോയിട്ട് അയാളുടെ ബിസിനസ് പാർട്ട്ണറിനെ തല്ലി കൊല്ലാണ്. ഈ ജീസിൻ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 20 വർഷം മുന്നേ യങ്ങിന്റെ അച്ഛനെ കാറിൽ നിന്ന് തള്ളിയിട്ടില്ലേ, അവനാണിവൻ. അവൻ ഇത്രയും നാളായിട്ട് ഒരു വയസ്സ് പോലും കൂടിയിട്ടില്ല. അവനിപ്പോ പബ്ബിലെ സീക്രട്ട് ബേസ്മെന്റിലേക്ക് പോവാണ്. അവിടെ വെച്ചാണ് അവൻ സാത്താനെ വർഷിപ്പ് ചെയ്യുന്നത്. അവൻ കല്ലിൽ ഒരു ഹാർട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മറ്റേ ലീഡർ എഴുതിയ ആ കാർഡ് കത്തിച്ച് അതിന്റെ ചാരയിട്ടു. എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചതും ആ ഹാർട്ട് മിടിക്കാൻ തുടങ്ങി. അവൻ ആ ഹാർട്ടിലേക്ക് കത്തി വെച്ച് കുത്താൻ തുടങ്ങി. ഓരോ കുത്തു കൊണ്ടതും ആ ലീഡറിന്റെ നെഞ്ചിലേക്കാണ്. ഇവഞ്ച്വലി ചോര ഛർദ്ദിച്ച് അയാൾ മരിച്ചു. അയാളുടെ സോൾ ജീസിൻ സാത്താന് കൊടുത്തു. ഫാദർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡാർക്ക് ബിഷപ്പ് ഈ ജീസിനാണ്. ഇതുപോലെ മനുഷ്യരെ സാക്രിഫൈസ് ചെയ്താണ് അവനിങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുന്നത്. ഇതേ സമയം ആ കുരിശുമാല ഇല്ലാത്തോണ്ട് യങ്ങിനെ പിശാച് വീണ്ടും ആക്രമിക്കുകയാണ്. അടുത്ത ദിവസം അവൻ ഫാദർ ആനിനെ പോയി കണ്ടു. ഫാദർ അവന് ഒരു ഹോളി ഒബ്ജക്റ്റ് കൊടുക്കാണ്. അത് റൂമിൽ വെച്ചാൽ ഈ പിശാചിന്റെ ശല്യം ഒഴിഞ്ഞോളും. യങ് തനിക്ക് എന്തുകൊണ്ടാണ് ദൈവവിശ്വാസം പോയതെന്ന് പറഞ്ഞു. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ പാരൻസ് പറയുന്നത് അതുപോലെ ചെയ്തിരുന്നു. നമുക്ക് ദോഷം വരുത്തുന്നതൊന്നും അവർ ചെയ്തില്ല എന്ന വിശ്വാസത്തിലല്ലേ അത്. അതുപോലെയാണ് ദൈവവും. നമ്മളുടെ ഓരോ സഫറിങ്ങിന് പിന്നിലും ഒരു റീസൺ ഉണ്ട്. ഒരിക്കൽ നീ അതറിയും. ഇങ്ങനെ പറഞ്ഞ് യങ്ങിനെ ആശ്വസിപ്പിച്ച് ഫാദർ അടുത്ത എക്സോസിസം നടത്താൻ പോകാനുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാണ്. യങ് ഫാദറിന് ലിഫ്റ്റ് കൊടുത്തു. എന്താണെന്ന് അറിയില്ല, യങ്ങിനെ ഫാദർ ആനിനെ കാണുമ്പോൾ അവൻ്റെ അച്ഛൻ അടുത്തുള്ളതുപോലെ തോന്നുന്നുണ്ട്. അസിസ്റ്റന്റ് പേടിച്ച് പിന്മാറിയത് കൊണ്ട് ഫാദർ ഇന്ന് ഒറ്റയ്ക്ക് വേണം എക്സോസിസം ചെയ്യാൻ. യങ്ങിനറിയാം പുള്ളിക്ക് അതിന് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂലാന്ന്. അതുകൊണ്ട് അവൻ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പിശാച് കയറിയത് ഒരു പെണ്ണിന്റെ ദേഹത്താണ്. അച്ഛൻ കുരിശ് വരച്ചിട്ട് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ചില പിശാചുക്കൾക്ക് വിക്ടിമിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കാൻ പറ്റും. ഇതറിയാവുന്ന ഫാദർ യങ്ങിനോട് അവളെ പിടിച്ചു കിടത്താൻ പറഞ്ഞു. ഫാദർ വേഗം തന്നെ ഹോളി വാട്ടർ അവളുടെ വായിലേക്ക് ഒഴിച്ചു. അവളുടെ ഉള്ളിലെ ആ പിശാചിന് ഇനി ഒളിച്ചിരിക്കാൻ പറ്റില്ല. അത് ഫാദറിനെ ആക്രമിച്ചു. യങ് ഇത് കണ്ടതും അവളുടെ മുകളിലേക്ക് ചാടി വീഴാണ്. ആ പിശാച് അവനെ തള്ളി സീലിംഗിലേക്ക് കൊണ്ടുപോയി. ശേഷം 20 വർഷം മുന്നേ നിന്റെ തന്തയെ കൊന്നത് ഞാനാടാ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ദേഷ്യം വന്ന നമ്മുടെ നായകൻ സർവ്വശക്തിയും എടുത്ത് അവളുടെ കഴുത്ത് ഞെരിക്കാണ്. ശേഷം ഫാദർ പറഞ്ഞത് പ്രകാരം അവൻ ആ മുറിവുള്ള കൈ അവളുടെ മേലിൽ വെച്ചു. രണ്ടാളും കൂടെ ആ പിശാചിനെ ഓടിച്ചു. ഇതേ സമയം ജീസിന്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരാണ്. ഫാദറിന് ഇതിന് പിന്നിൽ ആ ഡാർക്ക് ബിഷപ്പാണെന്ന് മനസ്സിലായി. നായകൻ ഇപ്പോഴും എന്തുകൊണ്ടാണ് തനിക്ക് മുറിവ് വന്നതെന്ന് അറിയില്ല.
ഫാദർ അപ്പൊ പറയുന്നുണ്ട്, ഒരുപാട് സ്നേഹിച്ച ഒരാൾക്ക് മാത്രമേ ഒരുപാട് വെറുക്കാനും പറ്റുള്ളൂ. അപ്പൊ അവന്റെ ഉള്ളില് ഇപ്പോഴും ദൈവവിശ്വാസം ഉണ്ട്. യങ്ങിന്റെ ഉള്ളില് ഇപ്പോഴും ദൈവവിശ്വാസം ഉണ്ടാവും. ഇത് കഴിഞ്ഞ് അവരാ പെൺകുട്ടിയോട്, നീ റീസെന്റായി ഇപ്പൊ ആരെങ്കിലും പരിചയപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളത് പറയുന്നതിന് മുന്നേ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് ചോര വരാണ്. അപകടം മനസ്സിലാക്കിയ ജീസിൻ ഈ പെൺകുട്ടിയെ സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഫാദർ അവളെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് രക്ഷിക്കുന്നുണ്ട്. ഇവളെ കൺട്രോൾ ചെയ്യാൻ ജീസിൻ ഒരു പാവ ഉപയോഗിച്ചിരുന്നു. ഫാദറിന്റെ പ്രാർത്ഥന കാരണം ആ പാവ കത്തി നശിച്ചു. അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാതെ അവരവിടെ നിന്ന് ഇറങ്ങി. രണ്ടാളും അന്ന് രാത്രി ഫുഡെല്ലാം കഴിച്ച് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ജീസിൻ ഇതേ സമയം തന്റെ നേർക്ക് ശത്രുക്കൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി സാത്താന്റെ സഹായം ചോദിക്കാണ്. അവിടെ അടുത്തുള്ള ഓർഫനേജിൽ സഹപാഠികളുടെ ബുള്ളിയിങ് സഹിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞു ചെക്കനുണ്ട്. അവന്റെ ആ ഒരു സോളാണ് സാത്താന് വേണ്ടത്. ജീസിൻ ആ കുഞ്ഞു ചെക്കനെ കണ്ട് സംസാരിച്ചു. ശേഷം ആ സാത്താനെ അവന്റെ ശരീരത്തിലേക്ക് കയറ്റി. ഇത് കഴിഞ്ഞ് ജീസിൻ നേരെ ചെല്ലുന്നത് യങ്ങിന്റെ അടുത്തേക്കാണ്. അവൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നത് പോലെ അഭിനയിച്ച് യങ്ങിനോട് പോയി സംസാരിച്ചു. ഞാൻ ഫാദറിന്റെ മുന്നത്തെ അസിസ്റ്റന്റ് ആണ്. നിന്റെ കയ്യിലും ഇതുപോലൊരു മുറിവില്ലേ? ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇത് യൂസ് ചെയ്ത് ഞാൻ വീക്കായി. ഫാദർ ആണിന് ഇതറിയാം. അയാൾ നിന്നെയും ഉപയോഗിക്കാണ്. എന്നെ പോലെ ആവണ്ടേല് നീ ഇനി അയാൾക്കൊപ്പം പോവരുത്. ഇത് പറഞ്ഞ് ജീസിൻ പോയി. അസിസ്റ്റന്റിനെ യങ് നേരിട്ട് കണ്ടിട്ടില്ലാത്തതിനാൽ യങ് അവൻ പറഞ്ഞത് വിശ്വസിച്ചു. ഓർഫനേജിൽ നോക്കുവാണെങ്കിൽ ആ ചെക്കന്റെ ദേഹത്ത് ഡീമൺ കയറിയെന്ന് മനസ്സിലാക്കി അവിടുത്തെ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുകയാണ്. ഫാദർ ആൻ കാര്യം അറിഞ്ഞപ്പോൾ യങ്ങിനെ വിളിച്ചു. എന്നാൽ യങ് ജീസിൻ പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ട് കാൾ എടുക്കുന്നില്ല. ഫാദർ ഒറ്റയ്ക്ക് ഓർഫനേജിലേക്ക് പോവാണ്. ചെക്കൻ അവിടെ വലിയ വായിൽ അലറുന്നത് കണ്ട് ഫാദർ അവന്റെ നെറ്റിയിൽ മോതിരം വെച്ചു. അവൻ അവിടെ കിടന്നങ്ങോട്ട് പെടയാണ്. ഡേമൺ ആ കുഞ്ഞിന്റെ ബോർഡ് വിട്ട് പോയെന്ന് കരുതി അവരാശ്വസിച്ചു. പക്ഷെ അവൻ വലിയ വായിൽ വീണ്ടും അലറാൻ തുടങ്ങി. ഒന്നല്ല 666 ഡീമൺസ് ഇപ്പൊ അവന്റെ ശരീരത്തിലുണ്ട്. അത്രയും ശക്തി ഫാദറിന് ഒറ്റയ്ക്ക് തടുത്തു നിർത്താൻ പറ്റുന്നില്ല. ചെക്കൻ ഫാദറിനെ പുറഞ്ച് ഇടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഒരു സിസ്റ്റർ സഹായിക്കാൻ വന്നപ്പോ ചെക്കൻ ആ സിസ്റ്ററിനെയും ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്ത് യങ് അവിടേക്ക് വന്ന് ചെക്കനെ തൂക്കി തറയിലിട്ട് അവന്റെ കയ്യിൽ നിന്ന് ചോര വരുത്തി ആ പിശാചുക്കളെ തുരത്തി ഓടിക്കാണ്. എന്തോ മോശമായത് സംഭവിക്കുകയാണെന്ന് തോന്നി യങ് ഫാദറിന്റെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ കോൾ എടുത്തത് ആ സിസ്റ്ററാണ്. ഫാദർ ഇതുപോലെ ഓർഫനേജിലെ എക്സോസിസം നടത്തുവാണെന്ന് അവൻ അറിഞ്ഞു. ഇത് കേട്ടിട്ടാണ് യങ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. ചെക്കനെ വേഗം അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഭാഗ്യത്തിന് അവന് വലിയ പരിക്കുകളൊന്നും ഇല്ല. ഫാദർ യങ്ങും അവിടെ നിന്നിറങ്ങി. ജീസിൻ ഇതുകൊണ്ടൊന്നും അടങ്ങിയിരുന്നില്ല. അവൻ ഒരു നായയെ പൊസസ് ചെയ്ത് ആ ചെക്കനെ ആക്രമിച്ചു കൊന്ന് കുഞ്ഞിന്റെ സോള് സാത്താന് കൊടുത്തു. അതിന് പകരമായി സാത്താൻ അവന് ഒരു വിഷപ്പല്ല് കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ മരണം പറഞ്ഞ് ഫാദറും യങ്ങും ഓടി ഹോസ്പിറ്റലിലെത്തി. അവർ മോർച്ചറിയിൽ കയറി അവന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും അവിടുത്തെ ലൈറ്റ്സ് മിന്നി മറയാൻ തുടങ്ങി. യങ് നോക്കുമ്പോൾ ജീസിൻ പുറത്ത് നിൽക്കുന്നു. അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടി. ഇതേ സമയം ആ കുഞ്ഞൻ എഴുന്നേറ്റ് എന്നെ രക്ഷിക്കു ഫാദർ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം ജീസിന്റെ ട്രാപ്പാണെന്ന് മനസ്സിലാക്കി യങ് വേഗം തിരിച്ചു വരാണ്. അപ്പോൾ ഫാദറിന്റെ കഴുത്തിൽ ആ വിഷപ്പല്ല് വെച്ച് നിൽക്കാണ് ജീസിൻ. ദൈവം കൊടുത്ത ആ ഗിഫ്റ്റ് ഞാൻ നിരസിച്ചു എന്ന് യങ് പറഞ്ഞാൽ ഫാദറിനെ ജീവനോടെ വിടാമെന്ന് ജീസിൻ പറഞ്ഞു. യങ് അങ്ങനെ പറയാൻ തുടങ്ങിയതും ഫാദർ സ്വയം ആ വിഷപ്പല്ല് കഴുത്തിലേക്ക് ഇറക്കി യങ്ങിനെ അത് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കുന്നില്ല. ജീസിന്റെ പ്ലാന് പൊളിഞ്ഞതും അവൻ അവിടെ നിന്ന് മറഞ്ഞുപോയി. യങ് വേഗം തന്നെ ഫാദറിനെയും കൊണ്ട് അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് ചെന്നു. ഇനി ജീസിൻ ഇല്ലാതായാലേ ഫാദർ രക്ഷപ്പെടൂ. അതുകൊണ്ട് യങ് എങ്ങനെയും ജീസിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഫാദർ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം യങ്ങിന് കൊടുക്കാണ്. അസിസ്റ്റന്റ് അവന്റെ കയ്യിലുണ്ടായിരുന്ന തിരുവസ്ത്രം യങ്ങിന് കൊടുത്തു. യങ് ഇതെല്ലാം ഇട്ടിട്ട് നേരെ പോകുന്നത് അവരന്ന് രക്ഷിച്ച പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. അവളുടെ അടുത്തു നിന്നും ജീസിന്റെ അഡ്രസ്സ് അവന് കിട്ടി. ജീസിൻ ഇതേ സമയം അവന്റെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ എല്ലാം ഉള്ളിൽ ഡീമൺസിനെ കയറ്റി. യങ്ങിനെ കാത്ത് ആ സെക്യൂരിറ്റി ഗാർഡ്സ് പബ്ബിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ അവരെ ഓരോരുത്തരെ ആയിട്ട് നശിപ്പിച്ചു വരാണ്. ഇനിയും പവേഴ്സ് കിട്ടാൻ വേണ്ടി ജീസിൻ പ്രാർത്ഥിച്ചു. അവനപ്പോൾ മുന്നത്തെ പോലെ ഒരു വിഷപ്പല്ല് സാത്താന് കൊടുത്തു. അത് അവന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കണം. അവനത് നെഞ്ചിലേക്ക് കുത്തിയിറക്കി അവിടെയുള്ള ആ കിണറ്റിലേക്ക് വീഴാണ്. ഇത് കണ്ടോണ്ടാണ് യങ് ബേസ്മെന്റിലേക്ക് വരുന്നത്. നോക്കുമ്പോൾ ജീസിൻ ഒരു ചെകുത്താനായി ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. അവനപ്പോൾ ഇരട്ടി ശക്തിയുണ്ട്. യങ്ങിന് ഇവനെ ചെറുത്ത് നിൽക്കാനേ പറ്റുന്നില്ല. അവനവന്റെ മുറിവ് വെച്ചിട്ടും ജീസിന് ഒന്നും പറ്റുന്നില്ല. യങ്ങിനെ ജീസിൻ അവന്റെ വിഷപ്പല്ല് വെച്ച് കടിച്ചു. അവന്റെ ദേഹത്തേക്ക് വിഷം ഇരച്ചു കയറി. അവനപ്പോ ഇരുട്ടിലൊരു വെളിച്ചം പോലെ തന്റെ അച്ഛനെ കണ്ടു.
അച്ഛൻ എന്നും മോൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അയാൾ യങ്ങിൻ്റെ കയ്യിൽ പിടിച്ചു. ഇപ്പോൾ യങ്ങിന് ബോധം തിരിച്ചു കിട്ടി. അവൻ്റെ കയ്യിൽ നിന്നും തീ അങ്ങനെ ആളിക്കത്താണ്. അവൻ്റെ ദേഹത്തെ വിഷമെല്ലാം എങ്ങോട്ടും പോയിരുന്നു. അവൻ ഇപ്രാവശ്യം ജീസണിനെ അടിച്ച് താഴെയിട്ടു. എന്നിട്ട് ഫാദറിൻ്റെ മോതിരം വെച്ച് അവൻ ആ മുറിവിൽ കൂടെ ചോര വരുത്തി. സർവ്വശക്തിയും എടുത്ത് തൻ്റെ നേർക്ക് വരുന്ന പിശാചിനെ അവൻ ഇടിച്ചു. ജീസൺ തെറിച്ചു വീണ് ചോര തുപ്പി അവിടെ കിടന്നു. യങ് ജീസന്റെ നെഞ്ചിലെ ആ വിഷപ്പല്ല് പുറത്തെടുത്ത് കരിച്ചു കളഞ്ഞു. അപ്പോൾ കിണറ്റിനുള്ളിൽ നിന്ന് ഒരുപാട് കൈകൾ പൊങ്ങി വന്ന് ജീസന്റെ ബോഡി നരകത്തിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. യങ് തിരിച്ചു വന്നപ്പോൾ ഫാദർ മൊത്തത്തിൽ ഹീലായിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കരുത്. See you in the next video.